എന്തായാലും ദേവികയുടെ കാര്യത്തിൽ നീ ഒന്ന് ശ്രദ്ധിച്ചോ. പറ്റുമെങ്കിൽ നീ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നിൽക്ക്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാനത് അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മ വലിയൊരു ലിസ്റ്റ് തന്നയച്ചിട്ടുണ്ട്. മുട്ടയോ പാലോ എന്തൊക്കെ. ഭാര്യ ഗർഭിണിയല്ലേ, രാത്രി നേരത്തെ ചെല്ലണമെന്ന് അമ്മയുടെ കൽപ്പന. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരി. എന്തേ കഴിക്കുന്നുണ്ടോ? ആ, അത് വേറൊന്നും കൊണ്ടല്ല, മരുമകളല്ലല്ലോ മരുന്ന് തന്നത്. ഇത്തിരി കഴിക്കും. അച്ഛന് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട് അല്ലേടാ? അതെ, ഏറിയാൽ 1 മാസം, അതിനുള്ളിൽ അച്ഛൻ പഴയ പോലാവും. നിയമസഭയിലെ പുലിക്കുട്ടി സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത്. ആ പുലിക്കുട്ടിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. നിയമസഭയെ വിറപ്പിക്കുന്ന പോലെ ഞങ്ങളുടെ അമ്മയെ ചെറുതായിട്ടൊന്ന് വിറപ്പിക്കാവോ? ആശുപത്രിയില് അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നാണോ? എല്ലാം ഓക്കെ ആണ് അച്ഛാ. ദേവികയ്ക്ക് എങ്ങനെ ഉണ്ടെന്നല്ലേ ഞാൻ പറയാച്ചാ. ദേവികയുടെ കാര്യം പരിതാപകരോ? അച്ഛനൊന്ന് ആലോചിച്ച് നോക്കണം. ഇവനും അവളും ഒന്നിച്ചിവിടെ നിന്ന് കഴിയേണ്ടതല്ലായിരുന്നോ? അമ്മയേക്കാൾ ഏറെ മനോവിഷമത്തില് അവിടെ ആശുപത്രിയിൽ കഴിയുന്നത് ദേവികയാവും. ദേവി ഫോൺ ചെയ്തിരുന്നു. സംസാരം കേട്ടിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പോലും. ഭർത്താവിന്റെ അടുത്ത് നേരെ ചൊവ്വൊന്ന് സംസാരിക്കാൻ പോലും അവക്ക് പറ്റിയിട്ടില്ല. എന്നിട്ട് പറയുന്ന കേട്ടില്ലേ കുഴപ്പമൊന്നുമില്ലാന്ന്. ദേവിക, നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഇവിടെ വാ. നീ എന്താ ആകെ പേടിച്ചതുപോലെ? ഇല്ല. അപ്പൊ പേടിയില്ല. എന്നാ പേടിക്കണം. എന്നെ പേടിക്കണമെന്നല്ല, എന്നെ നിനക്കൊരു പേടിയുമില്ലെന്നറിയാം. ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ അത് കേൾക്കുമ്പോ ഒന്ന് പേടിക്കും. പേടിക്കണം. ആന്റി എന്താ ഇങ്ങനെ പറയുന്നേ? എന്റെ നന്ദൻ ഏത് സമയവും മരണപ്പെട്ടേക്കാം. എപ്പോ വേണമെങ്കിലും. ആന്റി, എന്നോട് ആന്റിക്ക് ദേഷ്യമുണ്ട്, അറിയാം. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ നന്ദുവിനെ കുറിച്ച് ഈ രീതിയിൽ സംസാരിക്കും. അത് വിധിയാ. ജാതകത്തിൽ പറഞ്ഞിരുന്നതാ, 2 പേരെ താലി കെട്ടാനുള്ള വിധി കിടക്കുന്നുണ്ടെന്ന്. ജാതകത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
രണ്ടാമത് കെട്ടിയ താലി മാത്രമേ നിലനിൽക്കൂ എന്ന്. ആദ്യം കെട്ടിയ താലി അഴിച്ചു മാറ്റിയില്ലെങ്കിൽ നന്ദന്റെ ജീവൻ ആപത്താണെന്ന്, മരണം സംഭവിക്കുമെന്ന്. ആന്റി, ഞാൻ നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് ഇത്രയും എതിർക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയോ? എനിക്കെന്റെ നന്ദന്റെ ജീവൻ രക്ഷിക്കണം. അതുപോലെ നീ ഒരു വിധവയാകാനും പാടില്ല. നിന്നെയും രക്ഷിക്കണം. ഇതൊക്കെ നിന്നെ അറിയിക്കാനാ ഇന്ന് തന്നെ ആശുപത്രിയിലേക്ക് വരാൻ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് നീ ഈ താലി അഴിച്ചു മാറ്റണം. ഇല്ല ആന്റി, ഇതൊക്കെ വെറുതെ പറയുന്നതാ. ഞാൻ വിശ്വസിക്കില്ല. നന്ദു ഞാനും തമ്മിൽ അകലാൻ വേണ്ടി ആന്റി പറയുന്നതല്ലേ ഇതൊക്കെ? മകൻ മരിക്കുമെന്ന് ഏതെങ്കിലും ഒരു അമ്മ കെട്ടിച്ചമച്ച് പറയൂ? അവനു വേണ്ടി ഒരു പ്രത്യേക ജാതകം കുറിപ്പിച്ചിട്ടുണ്ട്. അത് നീ കണ്ടിട്ടില്ലല്ലോ. ആദ്യം അത് കാണിച്ചു തരാം. എന്നിട്ട് നീ കാര്യങ്ങൾ വിശ്വസിച്ചാ മതി. ആന്റി പറയുന്നൊക്കെ വിശ്വസിക്കാമോ? ഇല്ല. പക്ഷെ മകനെ കുറിച്ച് ഒരു അമ്മ ഇങ്ങനെയൊക്കെ പറയുമോ? ദേവിക, ഈ താലിമാല അങ്ങ് അഴിച്ചു മാറ്റിയേക്ക്. ഇപ്പൊ തന്നെ അങ്ങ് അഴിച്ചു മാറ്റിയേക്ക്. ഇല്ല ആന്റി, അങ്ങനെ പറയരുത്. എന്റെ ഭർത്താവ് എന്നെ അണിയിച്ചതായി താലി. അത് എന്റെ കഴുത്തിൽ തന്നെ ഉണ്ടാവണം. എന്ന് വെച്ചാ എനിക്കെന്റെ മകനെ നഷ്ടപ്പെട്ടോടുന്നു അല്ലേ? പറയുന്നതനുസരിക്ക്. ഈ താലി അഴിച്ചു മാറ്റാൻ വേണ്ട ആന്റി, എന്റെ ഈ താലി തൊട്ട ഞാൻ ബഹളം വെക്കും. ഞാൻ സമ്മതിക്കില്ല. അഴിക്കാനല്ലേ പറഞ്ഞത്? മരിച്ചാലും ശരി, എന്റെ താലി തൊട ഞാൻ സമ്മതിക്കില്ല. എനിക്കെന്റെ മകന്റെ ജീവൻ രക്ഷിക്കണം. ആന്റി, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അഴിച്ചു മാറ്റാനാ പറഞ്ഞത്. ആന്റി, എന്താ എന്താ ഇവിടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരാൻ പറഞ്ഞതാ. സ്റ്റാഫ് റൂമിന്റെ പുറത്ത് ഹോട്ട് വാട്ടർ ഉണ്ടല്ലോ. ആ മോളെ, ചെന്ന് കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവാ. ഈ ടാബ്ലറ്റ് തലവേദന ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചോളാൻ പറഞ്ഞു. തലവേദന ഇല്ല എനിക്ക്. നല്ല ഉറക്കം കിട്ടും, കഴിച്ചിട്ട് കിടന്നാ മതി. സുഖമായിട്ട് ഉറങ്ങാനല്ല ഞാനിവിടെ വന്നത്. ജാനകിയോട് പറഞ്ഞാ മതി. പൊയ്ക്കോളൂ. ഓ, ആ ദേവി, ഞാൻ പ്രഭാവതിയാ. ആ, ദേവിക എനിക്ക് കുറച്ച് ചൂടുവെള്ളം എടുക്കാൻ പോയിരിക്കുക. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അമ്മ ഭക്ഷണം കഴിച്ചോ? വെറുതെ ഒരു ചടങ്ങിന് വേണ്ടിയല്ലേ നീ ചോദിക്കുന്നത്? ഭക്ഷണം കഴിച്ചോന്നൊക്കെ. ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവിടെ എന്നോടൊപ്പം നിൽക്കുമായിരുന്നു. നിന്നോട് ഞാൻ അപേക്ഷിച്ചതുവാ.
ഈ അവസ്ഥയിൽ അമ്മ അധികം സംസാരിക്കണ്ട. ദേവി വരുമ്പോ എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി. ശരിയെന്നാ. ഫോൺ വെക്കാൻ വരട്ടെ. ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഡൽഹിയിൽ നിന്ന് മീര വിളിച്ചിരുന്നു. ആ, ഇവിടെ നടന്നതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീ ദേവികയെ വീട്ടിൽ കൊണ്ടുവന്നെന്ന് മീര അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയല്ലോ. അമ്മ എന്താ ഭീഷണിപ്പെടുത്തണോ? ഭീഷണിയൊന്നുമല്ല, നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻപേ പറഞ്ഞതാ. ഈ വിവരം അറിഞ്ഞാൽ മീര അടുത്ത നിമിഷം ആത്മഹത്യ ചെയ്യും. അതുകൊണ്ടാ ഞാൻ മിനിറ്റിന് 5 പ്രാവശ്യം വെച്ച് പറയുന്നത് ദേവികയെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയാക്കാൻ. ദേവികയെക്കുറിച്ചുള്ള ഒരു കാര്യവും മീരയുടെ അടുത്ത് എത്തരുത്. നീ താലി കെട്ടിയ ശേഷം വഞ്ചിച്ചു എന്നും പറഞ്ഞ് മീര ഒരു കംപ്ലൈന്റ് കൊടുത്തു എന്നിരിക്കട്ടെ. എന്തൊക്കെയാവും പിന്നെ വാർത്തകൾ വരുന്നത്? രണ്ടുപേരെ കല്യാണം കഴിക്കുക ക്രിമിനൽ കുറ്റമല്ലേ? അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. അവൾക്ക് വരാൻ കണ്ട സമയം. ദേവിക വന്നു. ആരാ ആന്റി? നന്ദൻ. നമ്മൾ തമ്മിൽ സംസാരിച്ചതൊന്നും അവനോട് പറയണ്ട. ചന്ദ്രോത്ത് വീട്ടിൽ നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു ദേവിയെ. ഹലോ നന്ദു, അവിടെ എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? അമ്മ സംസാരിച്ച കാര്യങ്ങളൊന്നും ഇപ്പൊ നന്ദു അറിയണ്ട. അമ്മ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഹലോ, എന്താ ദൈവം ഒന്നും പറയാത്തെ? എന്താ എന്താ നന്ദു ചോദിച്ചേ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ, അവിടെ എല്ലാം ഓക്കെ ആണോ എന്ന്? ഓക്കെ നന്ദു. നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, നന്ദുവിനത് തോന്നുന്നതാ. എന്തായാലും ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരിക. എന്തിനാ? എനിക്ക് നിന്നെ കാണണം. ഇങ്ങോട്ട് വരാനോ? ഇന്നിനി വേണ്ട നന്ദു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനിയും എന്തെങ്കിലും തർക്കം പോലെയൊക്കെ ഉണ്ടായാ വേണ്ട. അപ്പോ തനിക്ക് എന്നെ കാണണ്ടേ? നല്ല ചോദ്യം. എത്രയും പെട്ടെന്ന് അമ്മ ഡിസ്ചാർജ് ആയി വന്നെങ്കിലെന്ന് പ്രാർത്ഥിക്കാം ഞാൻ. പക്ഷേ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. ആന്റി ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോവാം. ഒരു 3-4 ദിവസം. എന്തോ എന്റെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം. തന്റെ ആഗ്രഹം പറഞ്ഞോ? നമ്മൾ മാത്രമായി കുറച്ചു ദിവസം ഏതെങ്കിലും ഒരു സ്ഥലത്ത് താമസിക്കണമെന്ന്. ഇത് ഞാൻ തന്നോട് പറയാൻ തുടങ്ങായിരുന്നു. ചെറിയൊരു മാറ്റം അത്യാവശ്യം. ഇന്നലത്തെ ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു. ഇന്നെങ്കിലും ഒരുമിച്ച് കഴിയാൻ പറ്റുമെന്ന് കരുതി ദാ 2ാമത്തെ രാത്രിയും പോയി. സാരമില്ല നന്ദു, കൂടുതൽ സന്തോഷത്തിനായിട്ടായിരിക്കും ഇങ്ങനെ തൽക്കാലത്തേക്ക് അകന്നിരിക്കുന്നെന്ന് സമാധാനിക്കാം. ഞാൻ ആന്റിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അന്വേഷിക്കും. ശരി. ദേവി, നന്ദുവിന്റെ ജാതകത്തിനെ കുറിച്ചൊക്കെ ആന്റി പറഞ്ഞത് സത്യമാണോ? നന്ദുവിനോട് ഒക്കെ പറയണമായിരുന്നോ? എടി അങ്ങോട്ട് പോണ്ട, അവിടെ മെഡിസിൻ ഒന്നും ഇല്ലല്ലോ. അതെന്താ കാര്യം? ജാനകി ഡോക്ടർ ബന്ധുവാ. അവര് തമ്മിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടു. പേഷ്യന്റിന് ഒരു അസുഖമില്ല. ചെറിയ BP മറ്റോ ആയിട്ട് വന്നതാ. അവരുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നം. അവിടെ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഇവിടെ വന്ന് കിടക്കുക. നന്നായിട്ട് അഭിനയിക്കാനൊക്കെ അറിയാം. കൊണ്ടുവന്നപ്പോ ഹാർട്ട് അറ്റാക്ക് എന്നാ വിചാരിച്ചത്. ഞാൻ ആലോചിക്കുകയും ചെയ്തു, വൈറ്റമിൻ ഗുളിയല്ലാതെ വേറെ മരുന്നൊന്നും കൊടുക്കാത്ത എന്താന്ന്. ആ ഇതാ കാര്യം. ആ അച്ഛ, ഞാൻ ഉറപ്പിച്ചു പറയാം, അമ്മയ്ക്ക് ദേവിക്ക് നന്ദന്റെ അടുത്ത് നിന്ന് മാറ്റണം.
അതിനു വേണ്ടിയാ അവളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ്. അമ്മ ഇപ്പൊ സുഖയില്ലാതെ ആശുപത്രിയിലാ. കൂടെ ഒരാള് വേണം, സമ്മതിച്ചു. അതിനിവിടെ എത്രയോ വേറെ ആൾക്കാരുണ്ട്. ഞാൻ അവിടെ നിക്കാന്ന് പറഞ്ഞു. ഭാർഗവി ആന്റി, എത്രയോ ബന്ധുക്കളും പരിചയക്കാരും വേറെയുണ്ട്. വേറെ ആരും വേണ്ട, ദേവിക തന്നെ മതിയെന്ന് പറഞ്ഞ് അവളെ അങ്ങോട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. നന്ദനും ദേവികയും ഒരുമിച്ച് ജീവിക്കരുത്, ഒരു നിമിഷം പോലും. ആ ദേവികയെ കഷ്ടപ്പെടുത്താൻ നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ലച്ചാ. ഉറച്ചു തീരുമാനം എടുക്കണം, എന്ത് സംഭവിച്ചാലും. ഡാ, നീ ആശുപത്രി പോകുന്നില്ലല്ലേ? അവിടുത്തെ കാര്യങ്ങള് ദേവി നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ പിന്നെ ദേവിക പറഞ്ഞതായിരിക്കില്ല, ദേവികയെ കൊണ്ട് പറയിപ്പിച്ചതാ. അമ്മ പറയിപ്പിച്ചു, ഉറപ്പാ. എടാ, ഞാൻ ഉള്ള കാര്യം പറയാം. നിങ്ങക്ക് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നീ ദേവികയെ വിളിച്ച് എങ്ങോട്ടെങ്കിലും പോ. നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്. ആ കൊച്ചിന് സമാധാനം കൊടുക്ക്. അപ്പൊ ചേച്ചിയല്ലേ പറഞ്ഞത് ഇവിടെ നിന്ന് പോവരുത്, ഞാൻ ഇവിടെ തന്നെ കാണണമെന്ന്? ഞാൻ പറഞ്ഞു, പക്ഷേ അത് നീ ദേവിക അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നു പറഞ്ഞപ്പോഴല്ലേ. ഇനി അവളുടെ വീട് നീ നിൽക്കുന്ന വീടാ. നിന്റെ കൂടെയാ ഇനി അവള് ജീവിക്കേണ്ടത്. ഞാൻ പറയുന്നത് നീ ചെന്നൈക്ക് വിട്ടോ. അവിടുത്തെ ബിസിനസ്സും മറ്റും നോക്കി അവിടുത്തെ ഫ്ലാറ്റിൽ കഴിയേ. കുറച്ചുകൂടെ കഴിയട്ടെ ചേച്ചി. ഒട്ടും പ്രതീക്ഷിക്കാതെയല്ലേ ഈ വിവാഹ വാർത്ത അറിഞ്ഞത്. അതിന്റെ ഒരു ഷോക്കിലായിരിക്കും അമ്മ ഈ ബഹളമൊക്കെ കാണിക്കുന്നത്. ഏതിന്റെ ഷോക്കില്? അല്ല, ദേവിയെ ഞാൻ വിവാഹം കഴിച്ചൊന്ന് പെട്ടെന്ന് അറിഞ്ഞതിന്റെ. പെട്ടെന്ന് അറിഞ്ഞതിന്റെയോ? എടാ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് അമ്മയ്ക്ക് പണ്ടേ അറിയായിരുന്നു. അമ്മയ്ക്കല്ല, ദാ നിനക്കാ ഇപ്പൊ ഷോക്കായത്. അമ്മയല്ല നേരത്തെ അറിഞ്ഞിരുന്നു. ഒന്നും അറിയാത്ത പോലെ അമ്മ ഭംഗിയായിട്ട് അഭിനയിക്കായിരുന്നു. ചേച്ചി എന്തായി പറയുന്നേ? അമ്മ എങ്ങനെ അറിഞ്ഞു നീ പറയുന്നേ? അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീയും ദേവികയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു എന്ന് അമ്മയടുത്ത് പറഞ്ഞപ്പോ അമ്മയ്ക്ക് വലിയ ഞെട്ടലുണ്ടായോ? ഇല്ലല്ലോ. പറയടാ, അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം നീ പുറത്തു പോയിട്ടില്ല. ആ രാത്രി മുഴുവൻ നീ എവിടെയായിരുന്നു? വെള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ഇനി നിനക്ക് പറ്റില്ല. നിന്റെ നാവറങ്ങിപ്പോയോ? ഞാൻ ദേവിയുടെ റൂമിലായിരുന്നു. അച്ഛൻ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞിരുന്നോ? അതിപ്പോ ബലരാമൻ അങ്കിളിനെ കാണാൻ ഇറങ്ങുമ്പോ അമ്മയോടെല്ലാം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അച്ഛാ? നന്ദന്റെ ഭാര്യയായിട്ട് ദേവിക ഇന്ന് ഈ വീട്ടിലേക്ക് കയറി വരും. ഞാനിപ്പോ പോകുന്നത് ബലരാമന്റെ വീട്ടിലേക്കാ. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. അയാളത് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഈ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. ബലരാമനെ കണ്ട് തിരികെ വന്ന ദേവിക ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. ഈ വിഷയത്തിൽ നമ്മൾ തമ്മിൽ ഇനിയൊരു സംസാരം ഉണ്ടാവില്ല. അച്ഛാ, ശരിയല്ലേ? അമ്മയോടെല്ലാം പറഞ്ഞിട്ടല്ലേ അച്ഛനന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഇപ്പൊ മനസ്സിലായില്ലേ? അമ്മ കാര്യങ്ങൾ അന്ന് മുതൽ പ്ലാൻ ചെയ്യുമായിരുന്നു. അല്ലാതെ ഇന്നലെ കൊച്ചുവെളുപ്പാൻ കാലത്തൊന്നുമല്ല അമ്മ അറിഞ്ഞത്. ഇതെല്ലാം കൂടി വെച്ചിട്ടാ ഞാൻ പറഞ്ഞത്, സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ വീടല്ല നാട് വിട്ട് തന്നെ എങ്ങോട്ടെങ്കിലും പോണോന്ന്. എന്റെ ജീവിതമോ ഇങ്ങനെയായി. ആ ഗതി നിനക്ക് വരരുത്. പിന്നൊരു കാര്യം,
അമ്മയോട് സംസാരിക്കുമ്പോ ഒരു കാരണവശാലും ഈ വിവരങ്ങൾ പറയരുത്. അമ്മ നേരത്തെ അറിഞ്ഞെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞെന്ന് ഭാവിക്കാനേ പാടില്ല. മനസ്സിലായോ? ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിട്ടും അമ്മ എന്തിനാച്ചാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ദേവിക, ആന്റീനെ വിളിച്ചോ? ഹോസ്പിറ്റലിൽ കിടക്കുന്ന എനിക്ക് കൂട്ടിരിക്കാനാണോ നീ വന്നത്? അല്ലേ ആന്റി, അങ്ങനെയാണല്ലോ ആന്റീനെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് തിരിച്ചാണല്ലോ സംഭവിക്കുന്നത്. നീ ഫോണും എടുത്ത് പുറത്തു പോയിട്ട് സമയം എത്രയായി? അത് ഞാൻ എന്റെ ഭർത്താവിനോട്. നിർത്തടി. നിന്റെ ഭർത്താവ് എന്റെ മകനാ. അല്ലേ, എന്റെ ഭർത്താവിന്റെ അമ്മയ്ക്ക് കൂട്ടിരിക്കാനാണല്ലോ ഞാനിവിടെ നിൽക്കുന്നത്. അല്ല, ആന്റിക്കൊരു അസുഖവും ഇല്ലേ? ഇല്ലേ ആന്റി? ആ, അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? നെഞ്ചുവേദനയായിട്ടല്ലേ വന്നത്. ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പാടുണ്ടോ? വാ, വന്ന് കിടക്ക്. വെറുതെ വാശി പിടിച്ച് BP കൂട്ടണ്ട. വാ ആന്റി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങള് നിന്റെ മനസ്സിൽ കയറിയോ? ചോദിച്ചത് കേട്ടില്ലേ? ആന്റി എന്നെ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ ഞാൻ മനസ്സുകൊണ്ട് എന്തുമാത്രം സന്തോഷിച്ചെന്നറിയാമോ? അടുത്തിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാ ആന്റിക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറുമെന്ന് കരുതി. പക്ഷേ അടുത്തിരുന്നാൽ ദേഷ്യം മാറുമെന്ന് കരുതിയോ? അത് വല്ലാത്തൊരു കരുതലാണല്ലോ. നീ അകന്നു പോവാൻ വേണ്ടിയാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാ ഞാൻ ശ്രമിക്കുന്നത്. നീ എന്നെ വിട്ടു പോണം.